എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ കുറേ നാളായില്ലേ കുക്കിംഗ് വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കുക്കിംഗ് വ്ളോഗ് ചെയ്യാം. ബൈ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇതൊരു കോഡ് സെറ്റാണ് കേട്ടോ. അടിയിൽ പാൻറ് ഉണ്ട്, ഇതിൻ്റെ തന്നെ സെയിം സാധനം, സെയിം തുണി. എനിക്കിഷ്ടപ്പെട്ടു. റയോൺ മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു കോഡ് സെറ്റാണ്. അധികം വിലയൊന്നുമില്ല. കയ്യിൽ ഇതിങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇവിടെ സ്ലിറ്റൊന്നുമില്ല, രണ്ട് സൈഡിലും സ്ലിറ്റില്ല, പോക്കറ്റൊക്കെ വരുന്നുണ്ട്. നല്ല രസമുള്ള ഒരു കോഡ് സെറ്റാണ്. അടുക്കളയിൽ പണി ചെയ്യുമ്പോഴും പുറത്ത് പോയിട്ട് നിൽക്കുമ്പോഴും ഒക്കെ ഇടാൻ സുഖമുള്ളൊരു കോഡ് സെറ്റാണ്. ഞാനിപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്നുള്ളൂ. ഞായറാഴ്ചയല്ല, പക്ഷെ നമ്മുടെ പള്ളിയിൽ നിന്ന് കുർബാന ഉണ്ടായിരുന്നു. എന്തോ ഒരു പട്ടം സ്വീകരിക്കുന്ന എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അതുകൊണ്ടാണ് ഞാനതിനെപ്പറ്റി പറയാത്തത്. അപ്പോൾ ഞാനത് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു പോയിട്ട് കാണാമെന്ന്. ഞാൻ വന്നിട്ട് ഒരുവിധം പണിയൊക്കെ ചെയ്തു. നമ്മളിന്ന് വെക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. ഈ വർഷത്തെ ഫസ്റ്റ് മാമ്പഴം, അതായത് ചന്ദ്രക്കാരൻ മാങ്ങ വെച്ചിട്ടാണല്ലോ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മാമ്പഴം കിട്ടി, ഫസ്റ്റ് മാമ്പഴ പുളിശ്ശേരി വെക്കുകയാണ് ഈ വർഷത്തെ. നമ്മളെല്ലാ പ്രാവശ്യവും മാമ്പഴ പുളിശ്ശേരി വെക്കാറുണ്ട്. 6 മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 കറിയാക്കാനില്ല, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 6 മാങ്ങയും വെച്ചിട്ട് നമ്മൾ ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. ഇഷ്ടം പോലെ കഴിക്കാം. ഞാൻ സൈഡ് ഡിഷൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചു. ചേന ഒലത്തി, കപ്ലങ്ങ ഉടച്ചതില്ലേ, മറ്റേ ഒരു മധുരമുള്ള പഴുത്ത് തുടങ്ങിയ കപ്ലങ്ങ നമ്മളിങ്ങനെ ഒലത്തുന്നതിനാണ് കപ്ലങ്ങ ഉടച്ചതെന്ന് പറയുന്നത്. അതുണ്ടാക്കി വെച്ചു. സാലഡിനുള്ള അരിഞ്ഞ് വെച്ചു. സാലഡ് എന്ന് വെച്ചാൽ സൊറക്കയൊക്കെ ഒഴിച്ച് നമ്മൾ മറ്റേ കട്ട്ലറ്റിനൊക്കെ കഴിക്കുന്ന സാലഡ്. അപ്പം നമുക്ക് ഇന്നത്തെ വ്ളോഗ് മാമ്പഴ പുളിശ്ശേരിയാണ്. ഭയങ്കര നൊസ്റ്റുമായിട്ടുള്ള, എല്ലാവർക്കും ഒരുവിധം നൊസ്റ്റുമായിട്ടുള്ളൊരു ഐറ്റമാണ് മാമ്പഴ പുളിശ്ശേരി. എൻ്റെ വേർഷൻ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സിമ്പിളാണ്. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളായിരിക്കും കുക്കറിൽ മാമ്പഴ പുളിശ്ശേരി. ഞാനെല്ലാം ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ മാമ്പഴ പുളിശ്ശേരി, എനിക്ക് പുളിശ്ശേരികളോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. മോരുകറി എനിക്ക് അത്ര ഇഷ്ടമല്ല, പുളിശ്ശേരി ഇഷ്ടമാണ്. പുളിശ്ശേരി ഞാൻ എന്ത് പുളിശ്ശേരി വെക്കുമ്പോഴും കുക്കറിലാണ് വെക്കാറ്, അത് എളുപ്പമാണ്. അപ്പോൾ നമ്മൾ തങ്കയാൻ്റിയുടെ വീട്ടിൽ പോയപ്പോൾ മാങ്ങ തന്നു, ചന്ദ്രക്കാരൻ മാങ്ങ. അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് തന്നു, കുറച്ച് കോലഞ്ചേരിക്ക് കൊണ്ടായി. അപ്പോൾ നമ്മൾ ഇവിടെ തന്ന മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോണേ. എൻ്റെ ദൈവമേ, നല്ല ഐശ്വര്യമുള്ള കയ്യാവട്ടെ തങ്കയാൻ്റിയുടെ. കുറേ മാമ്പഴം എനിക്ക് കിട്ടട്ടെ. എനിക്ക് ചന്ദ്രക്കാരൻ മാങ്ങയോടൊരു പ്രത്യേക ഇഷ്ടമാണ്. എനിക്ക് നൊസ്റ്റു എന്ന് പറയുന്നത്, ഇത് നമ്മളിങ്ങനെ തൊലിയൊക്കെ പൊളിച്ചിട്ട് ഇങ്ങനെ ചപ്പിയിട്ട് ഇവിടെ ഇങ്ങനെ ഒലിക്കില്ലേ, അതാണ് നൊസ്റ്റു. മാമ്പഴ പുളിശ്ശേരി ജീവനാണ്. എനിക്ക് എല്ലാ പുളിശ്ശേരിയും ജീവനാണ്, പക്ഷെ മാമ്പഴ പുളിശ്ശേരി ജീവനാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് എൻ്റെ വേർഷൻ ഓഫ് മാമ്പഴ പുളിശ്ശേരി എന്ന് നമുക്ക് നോക്കാം. കിച്ചൺ കുറച്ച് മെസ്സിയാണ്. അപ്പം ഞാൻ ഇത് ചന്ദ്രക്കാരൻ മാങ്ങ നമുക്കിത് ആദ്യം പീൽ ചെയ്തിട്ട് കുക്കറിലോട്ടിടാം. അങ്ങനെ ഞാൻ മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളയുകയാണ്. ആ നെറ്റിൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കൈ കൊണ്ട് നമ്മളിങ്ങനെ തൊലിച്ചാൽ അതങ്ങനെ തൊലി ഉരുക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ തൊലിയൊക്കെ കൊണ്ട് കളയുന്നു. ഇല്ല, ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ ചപ്പി കുടിക്കും. ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ തൊലി. ഞാനൊക്കെ എല്ലാവരും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനൊക്കെ പണ്ട് ഇത് മാമ്പഴം ഇങ്ങനെ പഴുത്ത മാമ്പഴം കഴിച്ച് നോക്കുന്ന സമയത്ത് തൊലിയും ഇതേപോലെ ചപ്പി കുടിക്കുമായിരുന്നു. എന്നിട്ടാണ് ഞാൻ മാങ്ങയിലേക്ക് കിടക്കുള്ളൂ. എനിക്ക് അത്രയും ഇഷ്ടമാണ് ഇത്. ഞാനിത് തൊലി പൊളിച്ചപ്പോൾ 2 എണ്ണം പച്ചമാങ്ങയാണ് കിട്ടിയത്. അപ്പം ഞാൻ അതെടുത്തിട്ടില്ല അതിലേക്ക്. അപ്പം ഞാൻ മാങ്ങ പീൽ ചെയ്തിട്ടുണ്ട്. ഒരു തിരുത്തുണ്ട്, 6 മാങ്ങ എടുത്തിട്ടില്ല. 6 മാങ്ങയിൽ 2 മാങ്ങ പഴുത്തിട്ടില്ല. അപ്പോൾ പഴുത്ത ബാക്കി 4 മാങ്ങയാണ് ഇത്. പണ്ട് എനിക്ക് ഇതിങ്ങനെ തൊലിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓർമ്മ വന്ന, ഇതിങ്ങനെ തൊലിക്കാൻ മമ്മി തരൂല്ലായിരുന്നു. ഇത് കയ്യിൽ മുഴുവൻ, ഡ്രസ്സിൽ മുഴുവനാവും. അപ്പം ഞാനിപ്പോൾ ഒറ്റയ്ക്ക് പൊളിക്കുന്നു, ഒറ്റയ്ക്ക് കറി വയ്ക്കുന്നു, ഒറ്റയ്ക്ക് കഴിക്കുന്നു. ജീവിതം അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് 4 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം 4 മാങ്ങയിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. മാങ്ങ വേവിക്കുമ്പം പച്ചമുളകും ഇച്ചിരി പഞ്ചസാര, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് ഞാനിത് വേവിക്കാൻ വെക്കുന്നത് കേട്ടോ. കാണിച്ചു തരാം. നമ്മൾ മുളക് അരിയാണ്, 2ആയിട്ട് കീറിയാൽ മതി. ഇറങ്ങിയിട്ട് 2 മുളകിട്ടു, 2 തണ്ട് കറിവേപ്പില,
ഈ മാങ്ങയ്ക്ക് മധുരമുണ്ട്, എന്നാലും ഇവിടെ ശർക്കര ചേർക്കുന്നതിനേക്കാൾ ഇഷ്ടം പഞ്ചസാരയാണ്. ഇച്ചിരി പഞ്ചസാര ഇടുന്നുണ്ട്. ഒരിത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി. ഓക്കെ, ഇത്ര മുളക് പൊടി ഇടണുള്ളൂ കേട്ടോ. കുറച്ചൊരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇനി ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പും കൂടെ ഇടണം കേട്ടോ, മറന്നുപോയി. ഉപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കും. നമ്മൾ ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് 2 അല്ലെങ്കിൽ 3 വിസിൽ, 3 വിസിലാണ് നല്ലത്. അപ്പം നമുക്ക് വേവിക്കാം. വേവുന്ന സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് ഒന്ന് റെഡിയാക്കാം കേട്ടോ. അരപ്പിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി തേങ്ങയാണ് ഞാൻ എടുക്കണേ. ഞാനിതിങ്ങനെ ഗ്രേറ്റ് ചെയ്തു. തേങ്ങ ചിരണ്ടിയിട്ട്, അത് തന്നെയല്ലേ ഗ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത്. തേങ്ങ ചിരണ്ടിയിട്ട് ഇങ്ങനെ കവറിലാക്കിയിട്ട് അല്ലെങ്കിൽ പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കും. അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കാം. പിന്നെ ഇത് മോരുകറിയുടെ റെസിപ്പി അല്ല കേട്ടോ, ഇത് പുളിശ്ശേരിയാണ്. മറ്റേ മാങ്ങ ഇട്ട് മോരുകറി വെക്കുന്നവരുണ്ട്, നമ്മളിവിടെ വെക്കാറുണ്ട് മാങ്ങ ഇട്ടിട്ട് മോരുകറി. അതല്ല ഇത്. കുക്കർ തീറ്റുന്നു. ഞാനിത് ഫ്രീസറിൽ കൊണ്ട് വെച്ചിട്ട് തരാം കേട്ടോ. ഇതെന്താണെന്നറിയോ? തീറ്റട്ടെ. മൂന്ന് വിസിൽ അടിച്ചിട്ടുണ്ട്. ഇതെന്താണെന്നറിയോ? ഇത് പൈനാപ്പിൾ ടെപ്പാച്ചയാണ്. ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയതാണ്. ഇതെൻ്റെ 2ാമത്തെയോ 3ാമത്തെയോ ബാച്ചാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്നലെ രാത്രി കുടിച്ചിട്ട് ഞാൻ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇപ്പോൾ തുറന്നപ്പോൾ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. അടിപൊളിയാണ്. നമ്മുടെ വയറിന് നല്ലതാണ്. നമ്മൾ ഈ കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ വാങ്ങി കുടിക്കണതിനേക്കാൾ എത്രയോ നല്ലതാണിത്. ഇതിന് ചെറിയൊരു തരിപ്പുണ്ട്, നമ്മൾ ഈ വൈനൊക്കെ കുടിക്കുന്ന പോലെ. പക്ഷേ എക്സാക്ട്ലി വൈൻ്റെ രുചിയല്ല. നല്ല ടേസ്റ്റാണിത്. പുറത്തു നിന്നൊക്കെ പോയി വന്നാൽ ഞാനിത് വന്നൊരെണ്ണം കുടിക്കണം എന്ന് വിചാരിച്ചത്. പക്ഷേ അപ്പോഴേക്കും ഞാനൊന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റേ കപ്പളങ്ങയൊക്കെ ഒന്ന് അലത്താൻ പോയി. എനിക്ക് ആഹാര സാധനങ്ങളോടൊരു പ്രത്യേക ആർത്തിയാണ്. എന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. അരപ്പ് തേങ്ങയിലേക്ക് ഒരു അല്ലെങ്കിൽ 2, 1 2 പച്ചമുളക്, പിന്നെ അതെ ഇത്രയും കുഞ്ഞുള്ളി, വെളുത്തുള്ളി. ഇതിൻ്റെ കൂടെ നമ്മൾ ഇടുന്നതാണ് ജീരകം. ചെറിയ ജീരകമില്ലേ അത്. ഇതായൊരു ഇത്രയും മതി. ഇത്രയും കുഞ്ചീരകം. ഇതിന് നന്നായിട്ട് ഞാൻ അടിച്ചിട്ട് വരാം കേട്ടോ. കുക്കറിൻ്റെ പ്രഷർ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. എന്താ മണം! ഈ സാധനം ഉണ്ടല്ലോ, തുറക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. ഞാൻ കാണിച്ചു തരാം. മണം ഞാൻ കാണിച്ചു തരില്ല, ബിക്കോസ് എനിക്ക് പറ്റില്ല. പക്ഷെ സാധനം കാണിച്ചു തരാം. നോക്കൂ കണ്ടോ? പെർഫെക്റ്റ്ലി കുക്ക്ഡായിട്ട് കിടക്കും. ഇതാണ് 3 വിസിൽ എടുപ്പിച്ചാറുള്ള ഗുണം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പൊഴിക്കണം. ഫസ്റ്റ് തീ കത്തിക്കുക. തീ കത്തിച്ചിട്ട്
ഇതാണ് അരപ്പ് നമ്മൾ അരച്ചതാണിത്. തേങ്ങ, പച്ചമുളക്, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം. ഈ അരപ്പ് നമ്മൾ ഒഴിക്കുന്നു. ഇനി നമ്മൾ ഓൾറെഡി വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത്. ഇനി ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ആൻഡ് അരയ്ക്കുമ്പോഴും ഇത്രയും അരയാവുള്ളൂ. ഇതിലും കൂടുതൽ അരഞ്ഞ് ഭയങ്കര മെഴുകുപോലെ അരച്ചെടുക്കരുത്. ഞാൻ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഒഴിക്കണ്ടേ. ഇനി ഇതിൻ്റെ ഈ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറണം. നമുക്കിത് ഇളക്കാം. ഇനി തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ. ഹൈ ഫ്ലെയിം അല്ല, മീഡിയം ഫ്ലെയിം. ഇനി ഇതൊന്ന് കുറുകി വരുമ്പം നമുക്ക് പുളിയുള്ള തൈരാണ് വേണ്ടത്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 3/4 ഗ്ലാസ്സോളം തൈര് എടുത്തിട്ടുണ്ട്. ഞാനിത് മിക്സിയിൽ അടിക്കാറില്ല കേട്ടോ. ചെറിയ തീ കിടന്നിട്ട് ആ മാങ്ങയും തേങ്ങയും ഒന്ന് സെറ്റാവണം. അപ്പോഴേക്കും ഈ തൈര് നമ്മളൊന്ന് ഉടച്ചെടുക്കണം. ചിലരിത് മിക്സിയിലിട്ടടിക്കും. ഞാനിത് ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് അപ്പോൾ പുറത്തോട്ട് തുളുമ്പയുമില്ല. ആ കട്ടയൊന്ന് ഉടഞ്ഞു കിട്ടും. ശരിക്കും നമ്മുടെ പുളിശ്ശേരിക്ക് കട്ടയൊന്ന് ഉടഞ്ഞു കിട്ടിയാൽ മതി. ഇപ്പം കണ്ട കട്ടയൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തൈര് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒരുപാടിട്ട് ചൂടാക്കരുത്. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ചൂടാവട്ടെ. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാമേ. ഞാനപ്പോഴേക്കും ഒരിത്തിരി ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം പാകമാണ്, പുളിയും പാകമാണ്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാനപ്പോൾ ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇത് തിളയ്ക്കാൻ സമ്മതിക്കരുത്. ഇതിപ്പോൾ ഇച്ചിരി കാണുമ്പോൾ ഇച്ചിരി വാട്ടറി ആയിട്ട് തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് കുറുക്കും കേട്ടോ. ഇത് കണ്ടോ, തിള വരുന്നുണ്ട്. ജസ്റ്റ് തിള വന്നു, ഓഫ് ചെയ്തു. ഇനി നമ്മൾ കടുക് വറുത്തിടണം. കടുക് വറുത്തിടാൻ നമ്മൾ വേറെ പാത്രത്തിലേക്ക് ആക്കണം. ഞാൻ ഫാൻസി പ്ലേറ്റ് ഒന്നും എടുക്കുന്നില്ല, ഇതിലേക്ക് മാറ്റാം നമുക്ക്. കഥകളി. ഞാൻ പുളിശ്ശേരി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ താളിച്ചിടുന്നവരുണ്ട്. ഞാൻ കറിവേപ്പിലയും കടുകും വറ്റൽമുളകും മാത്രമാണ് താളിച്ചിടണേ. കാണിച്ചു തരാം. നമ്മളിപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്. വറ്റൽ താളിച്ചിട്ടു. കുറച്ച് ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് അങ്ങനെ അടച്ചു വെച്ചേക്കാണ് കേട്ടോ. നമ്മൾ ഈ താളിപ്പിന് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഉള്ളി, ചിലർ ആ സമയത്ത് ഉലുവ ചേർക്കും പൊട്ടിച്ചിട്ട്.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് കറിവേപ്പില ആഡ് ചെയ്യുന്നവരുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യൂല, എനിക്കിഷ്ടമല്ല. ഞാൻ ഉലുവാപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഉലുവാപ്പൊടി ആഡ് ചെയ്തിട്ട് ഇളക്കരുത്. നമ്മൾ ഈ കടുക് വറുത്തിട്ട് ഉലുവ വറുത്തിട്ടല്ല, വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണത്. ഉലുവ ജസ്റ്റ് ചൂടാക്കിയിട്ട് വറുത്ത് പൊടിച്ചിട്ട് ടപ്പയിൽ അതെ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചാൽ അച്ചാറിന് ഇങ്ങനെ പുളിശ്ശേരിക്കൊക്കെ ഇടാൻ പറ്റും. പുളിശ്ശേരിക്ക് ഒരു ഉലുവാപ്പൊടി ഇത്തിരി ഉള്ളത് നല്ല ടേസ്റ്റാണ്. ഇനി കറി ഒന്നും കൂടി കുറുകും. അപ്പോൾ കാണിച്ചു തരാം. ബൈ ദ ടൈം ഞാൻ എൻ്റെ ഡ്രസ്സ് ഫുള്ളായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. യെസ് ഉണ്ടോ? പാൻറ്റ് കണ്ടോ? പാൻറ്റ് അച്ഛാ, പാൻറ്റ് ഇത് ബട്ടർഫ്ലൈ ആണോ പൂവാണോ എന്ന് എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. പക്ഷെ എന്തൊരു ആശ്വാസം എന്നറിയോ. സാധാരണ ഞാൻ എവിടെയെങ്കിലും പുറത്തു പോയി കഴിഞ്ഞാൽ വന്നിട്ട് ഞാൻ അപ്പം തന്നെ ഡ്രസ്സ് ഊരിയിടും. ഇത് അതിൻ്റെ ആവശ്യമില്ല, ഭയങ്കര കംഫർട്ടബിളാണ്. ഇനി നമുക്കൊന്ന് പോയി റെസ്റ്റ് എടുക്കാം. ഞാനിതേ അരി ഇട്ടിട്ടുണ്ട്, സാലഡിനുള്ളത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത് നമ്മുടെ പുളിശ്ശേരി, ഇത് സാലഡിന് ഉള്ളി നുറുക്കിയിട്ട് തിരുമ്മി വെച്ചതാണ്. ഇത് സാലഡിലേക്ക് ഇടാനുള്ള ബാക്കി ഐറ്റംസ്. ഇതാണ് കപ്പളങ്ങ ഉടച്ചത് ആൻഡ് കഞ്ഞി അടുപ്പത്ത്, ചോറടുപ്പത്ത്. ഇത് എട്ടേക്കർപ്പള്ളിയിലെ കഞ്ഞി പാപ്പി വല്യമ്മയ്ക്ക് കൊടുത്തതാണ് കേട്ടോ. ഞാൻ മുറിയിലെത്തി. ഇനി നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. കാരണം ഞാൻ 5:30 രാവിലെ എഴുന്നേറ്റതാണ്. എന്നിട്ട് ഞാൻ വല്യമ്മയ്ക്ക് ചായ ഉണ്ടാക്കി ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചിട്ട് ഞാൻ പള്ളിയിൽ പോയി. അവിടുന്ന് നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ പള്ളിയിൽ. എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ സംഭവം എന്താണെന്നറിയില്ല. പക്ഷേ നമ്മൾ ഈ അച്ഛന്മാർ ഇങ്ങനെ ചെമ്മാശൻ സ്ഥാനം കയറില്ലേ, അതിൻ്റെ ഓർഡിനേഷൻ പരിപാടിയായിരുന്നു. ഭയങ്കര ലോങ് ആയിരുന്നു ശുശ്രൂഷ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് അപ്പവും ഇറച്ചിയും കോഴിക്കറി കേക്കും ഒക്കെ തന്ന് ചായ ഉണ്ടായിരുന്നു. അത് കുടിച്ചിട്ട് ഞാനിങ്ങോട്ട് വന്നു. എന്നിട്ട് ഇവിടുന്ന് വല്യമ്മയ്ക്ക് പാപ്പി എട്ടേക്കർപ്പള്ളിയിൽ നിന്ന് കഞ്ഞി വേണമെന്നുണ്ടായിരുന്നു, അത് കൊടുത്തു. ഇനി നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറണം, ഒന്ന് ഫ്രഷ് ആവണം. മുഖമൊക്കെ നോക്ക് വേർത്തിട്ട്. ഞാൻ വിചാരിച്ചു അടുക്കള പണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വീഡിയോയും ഷൂട്ട് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാം. പിന്നെ ചോറൊന്നും വെക്കണം കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് നേരം കിടന്നതാ, ഉറങ്ങിപ്പോയി. ഞാൻ വല്യമ്മയ്ക്ക് ചോറ് കൊടുത്തു. വല്യമ്മ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്കാണെങ്കിലും പുറത്ത് പോയിട്ട് തിരിച്ചെന്ന് ഭയങ്കര ക്ഷീണം. ആർക്കൊക്കെ അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പുറത്ത് പോയി വന്നാൽ പിന്നെ ഇല്ലാത്ത ക്ഷീണമൊന്നുമില്ല. അപ്പം എന്തായാലും നമുക്ക് പുളിശ്ശേരി കൂട്ടിയിട്ട് ചോറുണ്ടാവും. നമ്മൾ ചോറിട്ടു. ഈ തവി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. മാമ്പഴ പുളിശ്ശേരി. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ സാലഡ്. നല്ല പിങ്ക് ഓണിയൻസ്, ഇതാണ് കപ്പളങ്ങ ഉടച്ചത്. ഇത് വേറെ ഏതെങ്കിലും വീട്ടിലിങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഇത് മറ്റേ പഴുക്കാറായ കപ്പളങ്ങ വെച്ച് ഉണ്ടാക്കുന്നതാണ്. കൊണ്ടാട്ടമുളക്. ഇപ്പോൾ നമ്മൾ പ്ലേറ്റ് സെറ്റ് ചെയ്തു. കണ്ട, ഇത് മാമ്പഴ പുളിശ്ശേരി. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കണം. എന്നിട്ട് ഇങ്ങനെ കുഴച്ച് കൊണ്ടാട്ടമുളക്, സാലഡ്. ഇത് നല്ല ടേസ്റ്റാണ്. എരിവും മധുരവും മുന്നിട്ട് നിൽക്കുന്നൊരു കറിയാണിത്. അടിപൊളിയാണ്. ഒരു ഓംലെറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്.
നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ ഇതൊരു ബാലൻസ്ഡ് മീലോ അങ്ങനെയൊന്നുമല്ല, അങ്ങനെ പ്രോട്ടീനൊന്നും ഇല്ല ഇതിൽ. പക്ഷേ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാകുമ്പോൾ എന്ത് പ്രോട്ടീൻ. പണ്ട് ഈ വീട്ടിൽ കിഴക്ക് ഭാഗത്ത് ചന്ദ്രക്കാരൻ മാവുണ്ടായിരുന്നു. ചന്ദ്രക്കാരൻ മാങ്ങയുടെ മാവ്, അത് നമ്മൾ പുളിശ്ശേരി വെക്കുന്ന മാങ്ങയുടെ മാവ്. അത് പിന്നെ വേര് മതിലിൻ്റെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് മതിൽ പൊട്ടുന്നു. അപ്പം നമ്മൾ വെട്ടിക്കളഞ്ഞു. അയ്യോ, അപ്പം എന്തായാലും ഞാൻ കഴിക്കട്ടെ. ഇത് ഞാൻ വെക്കുന്നൊരു മാമ്പഴ പുളിശ്ശേരിയാണ്. എനിക്ക് എൻ്റെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഇതും സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇത് സാലഡ് ഞാൻ പറഞ്ഞില്ല, അത് അടിപൊളിയാണ്. ഇതും കപ്പളങ്ങ ഉടച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതും നമ്മളോട് ട്രേഡ് മാർക്ക് സീക്രട്ടാണ്. റെസിപ്പി വേണ്ടവർ പറഞ്ഞാൽ മതി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കിയ രീതിയിൽ മാമ്പഴ പുളിശ്ശേരി ഒന്ന് ചെയ്ത് നോക്കൂ. തൈര് മറ്റേ സ്പൂൺ വെച്ച് ഉടച്ചിട്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ.